ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിലേക്കാണ്. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണം തുടങ്ങിയിട്ടുണ്ട്. ബലിതർപ്പണത്തിനായി 110 ബലിത്തറകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കർമ്മങ്ങൾക്കായി നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രദേശത്ത് ഗതാഗതവും ക്രമീകരിച്ചിട്ടുണ്ട്. 1500 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. നിതിൻ സേവ്യർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പിതൃതർപ്പണത്തിനായി ആയിരങ്ങൾ എത്തുന്ന ആലുവ മണപ്പുറത്ത് എല്ലാവിധ സജ്ജീകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് മഹാശിവരാത്രി ആഘോഷം ആലുവ മണപ്പുറത്ത് തുടങ്ങുന്നത്. അതോടെ ഇന്ന് അർദ്ധരാത്രി മുതൽ തന്നെ ഔദ്യോഗികമായ ചടങ്ങുകൾ അല്ലെങ്കിൽ ഈ പിതൃതർപ്പണ ചടങ്ങുകളൊക്കെ തന്നെ തുടങ്ങും. ഇവിടെ ഇപ്പോൾ രാവിലെ തന്നെ ഈ ബലിയർപ്പണ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 3 ദിവസമാണ് ബലി അർപ്പിക്കാനുള്ള ഈ ഒരു അവസരം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ബലിതർപ്പണത്തിനുള്ള ആളുകൾ തിരക്കുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. 3 ദിവസം, അതായത് ഇന്ന് അർദ്ധരാത്രിയാണ് ശിവരാത്രി ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി മുതൽ തന്നെ എല്ലാവിധ ക്രമീകരണങ്ങളും ഇതിലേക്കുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ, യാത്രാ സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ചൊവ്വാഴ്ച വാവുബലി അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വിളക്കെഴുന്നള്ളിപ്പും കഴിഞ്ഞ് ഇന്ന് രാത്രി നടക്കുന്ന ശിവരാത്രി വിളക്കും എഴുന്നള്ളിപ്പും കഴിഞ്ഞാണ് മണപ്പുറത്ത് ഔപചാരികമായി ബലിതർപ്പണം തുടങ്ങുക. ഇവിടെ പുഴയോരത്ത് വലിയ തോതിൽ ഈ ബലിത്തറകളൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. 116 ബലിത്തറകളാണ് ഇത്തവണ ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാ ബലിത്തറകളിലും പൂജാരിമാർ കൃത്യമായി ഇവിടെ അവരുടെ പൂജകളും മറ്റുമൊക്കെ ആരംഭിച്ചിട്ടുമുണ്ട്. ഇതിനു മുൻപ് പിതൃകർമ്മങ്ങൾ രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ്. പ്രത്യേകിച്ച് അല്പസമയം കൂടി കഴിയുന്നതോടെ വലിയ തോതിലുള്ള ജനത്തിരക്കിലേക്ക് പോകും. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷമൊക്കെ കണ്ടതാണ്. 1 ലക്ഷം പേരെയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നതെന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അല്പസമയം മുൻപ് പറഞ്ഞത്. ഇന്ന് വൈകിട്ട് 4 മണി മുതൽ നാളെ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഇവിടെ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വലിയ തോതിലുള്ള പോലീസ് സുരക്ഷയുമൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. 1500 പോലീസുകാരെയാണ് ഒരുക്കിയിട്ടുള്ളത്. CCTV ക്യാമറകൾ കൃത്യമായി സ്ഥാപിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ 2 കോടി രൂപയുടെയും നഗരസഭയുടെ 1 കോടി രൂപയുടെയും അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് ഇവിടെ എല്ലാവിധ ക്രമീകരണങ്ങളും അല്ലെങ്കിൽ സുരക്ഷാ സജ്ജീകരണങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുള്ളത്. ശിവരാത്രി ആഘോഷം രാത്രി ഉറക്കമൊഴിക്കുന്നവർക്ക് അന്നദാനം അടക്കം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം 100 രൂപയാണ് ബലിതർപ്പണത്തിന് ദേവസ്വം ബോർഡ് ഈടാക്കുന്ന നിരക്ക്. മണപ്പുറത്തേക്ക് KSRTC ബസ് 210 സ്പെഷ്യൽ സർവീസുകൾ നടത്തുന്നുണ്ട്. മെട്രോ രാത്രി വൈകിയും കൂടുതൽ സർവീസുകൾ നടത്തുമെന്ന് പറയുന്നുണ്ട്. ദക്ഷിണ റെയിൽവേയുടെ അധിക സർവീസുകളുണ്ട്. അധിക സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട് ആലുവയിൽ. അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇവിടെ വലിയ തിരക്കിലേക്കൊക്കെ പോകും. അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്.